ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സാണ്. സെമി പട്ടിയാലയാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. ഇതുണ്ട് സെമി പട്ടിയാലയാണ് വെട്ടുന്നത്. 2.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ഇതൊരു സാരിയാണ്, അതിലാണ് ചെയ്യുന്നത്. 2.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് വേസ്റ്റ് ബാൻഡില്ലേ, വേസ്റ്റ് ബാൻഡാണ് നമ്മൾ ആദ്യം വെട്ടുന്നത്. വേസ്റ്റ് ബാൻഡ് എത്രയാണ്? നമ്മൾ 12 അല്ലേ, 12 ഇഞ്ച് വീതി, 7 ഇഞ്ചിൽ വേസ്റ്റ് ബാൻഡിൽ നമ്മൾ എടുക്കുന്നത്. 15 ഇഞ്ചിൽ 7 ഇഞ്ച് നമ്മൾ വേസ്റ്റ് ബാൻഡ് എടുക്കും. അതിൻ്റെ കൂടെ നമ്മൾ 2.5 ഇഞ്ച് നാടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ 9.5. അങ്ങനെ ഇവിടെയും 9.5, 12 പിന്നെ കറക്റ്റ് വെച്ചിട്ട് ഒരു ബോക്സ് പോലെ ആക്കും. ഓക്കെ, 12, 9.5 വേസ്റ്റ് ബാൻഡ്. വെട്ടി ഓക്കെ, വേസ്റ്റ് ബാൻഡ് മാറ്റി വയ്ക്കാം. നമുക്കിതിനങ്ങനെ ലെവലാക്കി എടുക്കാം. അപ്പോൾ വേസ്റ്റ് ബാൻഡ് നമുക്ക് 7 ഇഞ്ച് പോയാലോ, 40 7 ഇഞ്ച് പോയാൽ 33. അത് നമ്മൾ ഇവിടെ മുതൽ 33, ഇവിടെ മുതൽ നമുക്ക് എവിടെ വരണോ അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, 33 ഇവിടെ വരണോ അവിടെ മാർക്ക് ചെയ്യുക. എക്സ്ട്രാ നമുക്ക് മടക്കി അടിക്കാനായിട്ട് കട്ടി എത്രയാണോ അതനുസരിച്ചുള്ള കട്ടിക്ക് അത് എക്സ്ട്രാ തുണി എടുക്കുക. അതറിയാലോ, നമ്മൾ നോർമൽ പാൻറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ 33, 36 ഈ കാണുമോ, 33 ഇഞ്ച് വരുന്നിടത്ത് നമ്മളിതുപോലെ ഒരു വര വയ്ക്കും. നമ്മളിത് എക്സ്ട്രാ പീസ് കട്ട് ചെയ്യാനിട്ടത്. ഓക്കെ, 8 ഇഞ്ച് ബോട്ടം ലൂസ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം, ഇപ്പോൾ ഇതിനൊരു പ്രത്യേകത, നമ്മൾ സാധാ പട്ടിയാൽ വെച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന്, അതായത് കാണാൻ വരുന്നുണ്ടല്ലോ, ഇവിടെ നിന്നാണ് നമ്മൾ 9 ഇഞ്ച് അല്ലേ, 8 ഇഞ്ച് 15 7 പോയ 8 പ്ലസ് 1 9 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. വലിയ തുണിയാകുമ്പോൾ മൊത്തത്തിൽ കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ തുണിയിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന തുണിയുണ്ടല്ലോ, എടുക്കുന്ന തുണിയുടെ മൊത്തം നീളം, എടുക്കുന്ന തുണിയുടെ മൊത്തം നീളം അതിൻ്റെ ഹാഫ് നമ്മളത് കാണിച്ച് പറഞ്ഞു തരാമേ. എടുക്കുന്ന തുണിയുടെ മൊത്തം നീളവും അതിൻ്റെ ഹാഫ് നമ്മളിതുപോലെ മാർക്ക് ചെയ്തു. അതിൻ്റെ ഹാഫ് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ശരി പറഞ്ഞു തരാം, ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഹാഫാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഞാൻ വരച്ചിട്ട് ഫുള്ളായിട്ട് ഒന്നുകൂടെ കാണിച്ച് തരാം മേഡം. അപ്പോൾ നമ്മളിവിടെ ലെങ്ത് മാർക്ക് ചെയ്തു, ഇവിടെ ഇതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്തു അല്ലേ. എന്നിട്ട് നമ്മൾ 8 ഇഞ്ച് 15 ഇഞ്ചിൽ 7 ഇഞ്ച് നമ്മൾ വേസ്റ്റ് ബാൻഡ് പോയിട്ട് നമുക്ക് 8 ഇഞ്ച് വേണമല്ലോ അല്ലേ. പോയിട്ട് 8 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ ആയിരുന്നു മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, 8 ഇഞ്ച് 8 പ്ലസ് 1 9 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, 9 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് 9 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. 9 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. നമ്മൾ 9 ഇഞ്ച് അവിടെ എടുത്തുകൊണ്ടിരുന്നത്, അതാണ് ഇവിടെ എടുത്തത്. 8 പ്ലസ് 1 9 ഇഞ്ച് ഇവിടെ എടുത്തു. എന്നിട്ട് നമ്മളിത് ഇവിടെ ഹാഫ് മാർക്ക് ചെയ്തു. ഈ ഹാഫ് മാർക്ക് ചെയ്തതിൻ്റെ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ വയ്ക്കും. ഓക്കെ, ഈ ഹാഫിൽ മാർക്ക് ചെയ്ത് അവിടെയാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്യാറുള്ളത്. മടക്കി അടിക്കേണ്ട പോർഷൻ ഇത് നമ്മൾ സെമി പട്ടിയാലയിൽ നമുക്കിത് കൂടുതൽ ചുരുക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഇതുപോലെ ഇങ്ങനെ പീസ് എടുത്തത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. ഇങ്ങനെ കാണിക്കട്ടെ, ഞാനൊന്നുകൂടെ പറയാം. ഇതെടുത്ത് കാണിച്ചിട്ട് ഒന്നുകൂടെ കാണിച്ച് പറഞ്ഞിട്ട്, അതായത് നമ്മൾ ആദ്യം തുണിയിൽ വേസ്റ്റ് ബാൻഡ് മാറ്റി അല്ലേ. 7 പ്ലസ് 2.5 9.5 ഇഞ്ച് 12 ഇഞ്ച് വീതിക്ക് നമുക്ക് വേസ്റ്റ് ബാൻഡ് മാറ്റി. പോയിട്ട് നമുക്ക് എത്ര 7 ഇഞ്ച് പോയി എത്ര 33 വേണ്ടേ അല്ലേ. ആ 33 ഇഞ്ച് ഇവിടെ നിന്ന് എവിടെയാണോ വരുന്നത് അവിടെ 33 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് എക്സ്ട്രാ നമ്മൾ തുണി മടക്കി അടിക്കാനായിട്ട് നമുക്ക് എത്ര കട്ടി വേണോ അതനുസരിച്ച് മാറ്റാം. എന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, ഈ ഓപ്പൺ സൈഡിൽ വന്നിട്ട് കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് തുണി എത്ര നീളമുണ്ട് അതിൻ്റെ നേര് പകുതി മാർക്ക് ചെയ്യണം.
ഓക്കെ, അതിൻ്റെ നേര് പകുതി. മറ്റേ നമ്മൾ സാധാ പട്ടിയാല പഠിച്ചപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ 9 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തത്. ഇതിന് നേര് പകുതിയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, 33 ഇഞ്ച് വന്നില്ലേ, അവിടെ നിന്ന് ഈ നേരെ പകുതിയിലോട്ട് ഇങ്ങനെ വരച്ചു. കണ്ടോ, ഇങ്ങനെ വരച്ചു. ഇത് മടക്കിയടിക്കാനാണ് പോർഷൻ. ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ വരച്ച 9 ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ, നമ്മൾ ഈ സെമി പട്ടിയാലേക്ക് നമുക്ക് കൂടുതൽ പ്ലീറ്റ് വരും. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ തുണി ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ക്രോച്ച് ഏരിയയിൽ നമുക്ക് 7 ഇഞ്ച് പോയിട്ട് 8 ഇഞ്ച്, 8 ഇഞ്ചിൻ്റെ കൂടെ 9 ഇഞ്ച്. ആ 9 ഇഞ്ച് നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഈ 9 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ വേണ്ട ഹാഫ് മാർക്ക് ചെയ്തില്ലേ, അതിലോട്ട് നേരെ ചരിച്ച് ഇങ്ങനെ വരച്ചു. മനസ്സിലായോ? ഇതും സിമ്പിളാണ്. നമ്മൾ ഈ വെട്ടുന്ന രീതിയാണ് വ്യത്യാസം വരുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ഞാൻ പേപ്പറിലും കൂടെ ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതെ, ഇവിടെ നിന്ന് ലെങ്ത് മാർക്ക് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ സൈഡിൽ നമ്മൾ എത്ര തുണി എടുക്കുന്നു അതിൻ്റെ ഹാഫ് എടുത്തു. അവിടെ നിന്ന് ഈ ലെങ്തിൻ്റെ അവിടെ നിന്ന് ഹാഫിലോട്ട് മാർക്ക് ചെയ്തു. നമ്മൾ ക്രോച്ച് ഏരിയ 9 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 9 ഇഞ്ച് നമ്മൾ അങ്ങോട്ട് വരച്ചു. അപ്പോൾ ഇതേ ശ്രദ്ധിച്ചായിരുന്നു, ഇവിടുത്തെ വീതി നമ്മൾ നോക്കിയില്ല. അത് വേണ്ട, നമുക്ക് ജസ്റ്റ് നമ്മൾ പ്ലീറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നതല്ലേ. നമ്മളിത് ഈ വരച്ചില്ലേ, ഈ വരച്ചതിൻ്റെ അവിടെ നേരെയാണ് വെച്ചാണ് ഞാൻ ഈ 9 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് നേരെ ആ ഹാഫിലോട്ടും വരച്ചു. ഇത്രയേ ഉള്ളൂ ഈ സെമി പട്ടിയാലയുടെ കട്ടിങ്. ഓക്കെ, ഇത് ഇവിടെ മടക്കി പിടിക്കും. ഇതിനെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം. ഈ ഭാഗത്തുണ്ടല്ലോ, ഈ ഓപ്പൺ സൈഡ്, ഈ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, ഇതിങ്ങനെയല്ലേ ഇരിക്കുന്നത്. ഇതിനെ നമ്മളിത് ഇങ്ങനെ ഇരിക്കില്ലേ, ഇങ്ങനെ ഇരിക്കുന്നതിന് നമ്മളിത് ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് വരും. ഇങ്ങനെ പ്ലീറ്റ് വരും. ഇത് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് നമ്മൾ പ്ലീറ്റ് ഇടുന്നത്. അത് തയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചില്ല. ബാക്കി ഇത്രയും കട്ടിങ് മനസ്സിലായല്ലോ അല്ലേ? പേപ്പറിലും കൂടെ ഒന്നുകൂടെ വെച്ച് കാണിക്കാം. ഓക്കെ.